നോയമ്പ് ആചരണത്തിലെ ഈ വിശുദ്ധ ദിവസം എല്ലാവരെയും തനിമയിലേക്ക് എന്ന പഠനം സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ദൈവവുമായുള്ള ബന്ധം ക്രമപ്പെടുത്തുവാനും നമ്മുടെ ഒന്നുമില്ലായ്മയെ, നിസ്സഹായതയെ ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 142 സങ്കീർത്തനം 4 വാക്യം വായിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരും ഇല്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു. എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ഒരു കരച്ചിലാണ് ഇത് കാണുന്നത്. എന്നെ അറിയുന്നവൻ ആരും ഇല്ല. എൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന ആരും എനിക്ക് കാണുവാൻ പറ്റുന്നില്ല. എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവർ ആരും ഇല്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങളുടെ നിവൃത്തിക്കായി ദൈവം എത്ര പേരെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവർ ആരും ഇല്ല. എന്നോട് നിനക്ക് എന്തു പറ്റി, എന്താ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് പോലും ചോദിക്കാൻ ആരും ഇല്ല. എൻ്റെ പ്രാണന് വേണ്ടി കരുതുന്നവൻ ആരും ഇല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിലാപമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള തേങ്ങലുകളെ അറിയുവാൻ ആർക്കും മെനക്കെടുവാൻ സമയമില്ല. ആർക്കും അത്രത്തോളം നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്നതുമല്ല. നമ്മുടെ കർത്താവിന് മാത്രമാണ് നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്നത്. അവൻ സ്വർഗോന്നതികളിലെ തൻ്റെ എല്ലാ പദവികളും വിട്ട് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി, ഒരു ശിശുവായി, ഏറ്റവും ദരിദ്രനായി, ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പൈതലായി അവതരിച്ചവനാണ്. ഈ ലോകത്തിൽ മനുഷ്യന് നേരിടാവുന്ന എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു കർത്താവാണ് നമുക്കുള്ളത്. താൻ ഏകാഗിയായിരുന്നു. തൻ്റെ വേദനകൾ ആരും അറിഞ്ഞിട്ടില്ല. തൻ്റെ കഷ്ടതയിൽ, പ്രത്യേകിച്ച് ക്രൂശീകരണ സമയത്ത് തന്നെ സഹായിക്കുവാൻ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി. കർത്താവ് എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചത്? ഇത് സഹിച്ചെങ്കിൽ മാത്രമേ കഷ്ടപ്പെടുന്ന നമ്മളെ, പ്രയാസപ്പെടുന്ന നമ്മളെ സഹായിക്കുവാൻ അവന് വിവേകമുണ്ടാകുകയുള്ളൂ. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകം ഉള്ളൂ എന്നാണല്ലോ കവിവചനം. വിശപ്പ് ഒരിക്കലും അറിയാത്ത ഒരാൾക്ക് വിശക്കുന്നവൻ്റെ അലച്ചിൽ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് തന്നെ ആരും സഹായിക്കാനില്ലാതെ, പിതാവ് പോലും തന്നെ കൈവിട്ടോ എന്ന സംശയത്തിൽ, എന്നെ നീ കൈവിട്ടത് എന്ത് എന്ന് പിതാവിനോട് ഉറക്കെ നിലവിളിച്ച കർത്താവ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളെ, നമ്മുടെ ഉൾപ്പൂവുകളെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ്. നമ്മുടെ പ്രാണന് വേണ്ടി കരുതുവാൻ ആരുമില്ലാത്തപ്പോൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന യഹോവ എൻ്റെ ഇടയനാകുന്നെന്ന് ഒരു വിശ്വാസിക്ക് ധൈര്യപൂർവ്വം പറയുവാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ സാക്ഷ്യം അതാണ്. അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും യഹോവയെ, ഇടയനായിരിക്കുന്ന യഹോവയെ
അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രശ്നങ്ങളൊന്നും ബാധകമല്ല. കാരണം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവ് കൂടെ ഇരിക്കുന്നവരാണ്. ഒന്നിനെയും ഭയപ്പെടാതെ, ഏകാന്തതയും ഭയപ്പെടേണ്ട, വേദനയെയും ഭയപ്പെടേണ്ട, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് ഭാരപ്പെടേണ്ട. എല്ലാം അറിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ലോകാവസാനത്തോളം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. ഉള്ളിൽ ആത്മാവ് വിഷാദിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ മനുഷ്യൻ ഭാരപ്പെടും. ആ അവസരത്തിൽ നമ്മളെ അറിയുന്ന കർത്താവ്, നമ്മുടെ പാതയെ അറിയുന്ന കർത്താവ് നേർവഴിക്ക് നയിക്കുവാൻ ശക്തനാകുന്നു, മനസ്സുള്ളവനാകുന്നു. ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ആ ഇൻപശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നു. മാത്രമല്ല, ദൈവവചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച്, ദൈവസാന്നിധ്യ ബോധത്തെക്കുറിച്ച് നമ്മെ സദാ ഓർപ്പിക്കുന്നവനാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. 49-ാം സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കാം. പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ പാതകളെ അറിയുന്ന ദൈവമേ, ഞാൻ വിഷാദിച്ചിരിക്കുമ്പോൾ, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ പാത തെറ്റി വഴി തെറ്റാതെ കൈപിടിച്ച് താങ്ങി നടത്തിക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ വിധത്തിലും നമ്മെ വഴി നടത്തുമാറാകട്ടെ.